പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം കോടതി ഉൾപ്പെടെ ഒരു പൊതുദർശനത്തിന് വെച്ചിട്ട് 5 ഇടങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന്റെ ആംബുലൻസ് അടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഏർപ്പാടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷമാവും കോടതി പൊതുദർശനം അടക്കമുള്ള മറ്റു കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെയുള്ള നമ്മുടെ ICU യൂണിറ്റുകളിലായി 5 വിദ്യാർത്ഥികൾ കൂടി അഡ്മിറ്റാണ്. അവർക്കെല്ലാം അവരെല്ലാം ഇവിടെ എത്തിച്ച സമയം മുതൽ തന്നെ മെഡിക്കൽ കോളേജിലെ ഉന്നതരായ ഡോക്ടർമാർ, ഓരോ വിഭാഗത്തിന്റെയും പ്രമുഖരായ ഡോക്ടർമാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്കെല്ലാം മെച്ചപ്പെട്ട ചികിത്സയും, ചിലർക്കെല്ലാം സർജറി ആവശ്യമായി ഉണ്ടായിരുന്നു, അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയയ്ക്ക് അവരെല്ലാം വിധേയമാക്കി മറ്റ് പരിചരണങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ശ്രദ്ധ അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ പുലർത്തുന്നുണ്ട്. ഞാൻ അവരെല്ലാം നേരിൽ കയറി കാണുകയുണ്ടായി, കുടുംബാംഗങ്ങൾ പലരോടും സംസാരിക്കുകയുണ്ടായി. വല്ലാത്തൊരു ദാരുണമായ ഒരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേർന്ന കുഞ്ഞുങ്ങളാണ് ഇന്നലെ ഈ വാഹനാപകടത്തിന്റെ ഭാഗമായി 5 പേരുടെ ജീവൻ പൊലിയുന്നതിലേക്കും 5 പേർ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിലേക്കും എല്ലാം ഉണ്ടായത്. എന്തുകൊണ്ടാണ് സംഭവിച്ചതിനെക്കുറിച്ച് വിശദമായ പരിശോധനയും അന്വേഷണവും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിക്കുകൾ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തരമായി മെച്ചപ്പെട്ട ശുശ്രൂഷ ലഭ്യമാക്കുകയും അവർക്ക് മറ്റു കുഴപ്പങ്ങളില്ലാതെ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ അധികം നന്നായി തന്നെ അക്കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഏറ്റവും മുതിർന്ന പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചികിത്സാ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കൃത്യമായ എന്നവണ്ണം അതിന്റെ പുരോഗതിയും മറ്റു കാര്യങ്ങളുമെല്ലാം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകമായ സംഘം തന്നെ ആ കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഇവിടെയുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന്റെ അനുസരിച്ചിട്ട് അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് പൊതുദർശനവും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. അതിപ്പം അതിന്റെ ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ ഡോക്ടർമാരോട് സംസാരിച്ചു. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു അനിവാര്യത അവരാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യത്തെക്കുറിച്ചും ആലോചിക്കും. ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഡോക്ടർമാർ പറയുന്നത് ഇപ്പം ചിലരുടെയൊക്കെ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം ചിലതെല്ലാം ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറോ കഴിഞ്ഞുകൊണ്ട് ചിലരൊക്കെ വെന്റിലേറ്ററിന്റെ സഹായത്തോടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വെന്റിലേറ്ററിൽ നിന്ന് ക്രമേണയായി മാറ്റി അതിന്റെ പുരോഗതി വിലയിരുത്തി തുടർ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ്. ഞാനിപ്പോൾ ന്യൂറോ സർജൻ ഇക്കാര്യത്തിൽ രാവിലെ ഈ കൂട്ടത്തിലുള്ള ഒരു മകനെ സർജറി ചെയ്ത ആ ഡോക്ടറുമായി ഇപ്പൊ തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നെ ആ കുഞ്ഞിനെ കൊണ്ട് കാണിക്കുകയും ചെയ്തിരുന്നു. ആ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ. അപ്പോൾ കൂടുതലൊന്നും ആളുകളെ അങ്ങോട്ട് നമ്മൾ കിടത്തേണ്ടതില്ല. ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ പാകത്തിലേക്ക് എല്ലാ ക്രമീകരണങ്ങളും അവരോട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് അവർ കൂടി ആലോചിച്ച് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇതിന്റെ ഭാഗമായി ചെയ്യുകയും ചെയ്യും.